ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം തരുന്ന വിശ്രമം അനുഭവിക്കുന്നതിന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് 7-ാം ദിവസം. അല്ലെങ്കിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് 7-ാമത്തെ ദിവസം ദൈവം നമ്മൾ സാബത്ത് ആചരിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ദിവസം മാത്രമല്ല, 24 മണിക്കൂർ നമ്മൾ ദൈവത്തോടുള്ള ഈ ബന്ധത്തിൽ ആത്മാവിൽ ജീവിക്കാനുള്ളവരാണ്. അതിലേക്ക് ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് 7-ാമത്തെ ദിവസം. ഞാൻ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ കാരണം, ഇങ്ങനെ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമുക്ക് തന്ന ആ ഏറ്റവും വിലപ്പെട്ട 7-ാം ദിവസമാണ് നമ്മുടെ ഓരോ കുർബാന അർപ്പണങ്ങളും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധ കുർബാനയിൽ ആ 1 മണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു. അതായത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആകുലതകളും വെക്കാനുള്ള ഏറ്റവും നല്ല സമയമാണത്. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയമാണത്. ദൈവം നമ്മുടെ പിതാവും നമ്മൾ മക്കളുമാണ് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണത്. നമ്മളും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധത്തിലാണെന്ന് ഓർക്കുന്ന സമയമാണത്. നമ്മൾ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ആ സംരക്ഷണത്തിനകത്തേക്ക് കയറുന്ന സമയമാണത്. ആ ഒരു തിരുമണിക്കൂർ, ആ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മാറ്റിമറിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. ഞാൻ ദിവ്യകാരുണ്യ കോൺഗ്രസിലും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ടോക്കുകളിലെല്ലാം ഒരുപാട് അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ കുർബാനയിലേക്ക് ഒരു കാര്യം എടുത്തു വെക്കുമ്പോൾ അവിടെ ഏത് തുറക്കാത്ത വാതിലും തുറക്കുന്ന അത്ഭുതങ്ങൾ. എന്തുകൊണ്ടാണത്? അത് ഈ ദൈവം തിരഞ്ഞെടുത്ത ഒരു സമയമായതുകൊണ്ടാണ്, ആ ദൈവത്തെ ആരാധിക്കുന്ന സമയമായതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ മഹാത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നടക്കും. അതിന് ദൈവം നമുക്ക് തരുന്ന ഒരു ഒരുക്കത്തിന്റെ ദിവസങ്ങളാണിത്. അതുകൊണ്ട് നന്നായി കുർബാനയെ പങ്കെടുക്കുക, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. കുർബാനയ്ക്ക് പോകാനായുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ദാഹം, നമ്മുടെ തീക്ഷ്ണത നമ്മൾ നേടിയെടുക്കുക. ഈ ചിന്തകൾക്ക് ശേഷം ഞാൻ ഇന്ന് നമ്മുടെ ഇന്നത്തെ നമ്മൾ അഭ്യസിക്കേണ്ട പുണ്യം, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ശരിക്കും ആത്മീയമായിട്ട് ഇന്ന് ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും, ദൈവമേ, ആത്മാവിന് ദൈവത്തോട് കണക്റ്റ് ആവാനുള്ള എല്ലാ വാതിലുകളും തുറന്നു തരണമേ. എന്നോട് ഞാൻ പറയാം, എൻ്റെ ആത്മാവിന് ദൈവത്തോട് കണക്റ്റ് ആവാൻ, പെട്ടെന്ന് നമുക്ക് കണക്റ്റ് ആവാൻ ലൗകിക മനുഷ്യന് പറ്റില്ല. നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ ഫോൺ എടുക്കും, ഡിസ്ട്രാക്റ്റഡ് ആവും, പ്രാർത്ഥിക്കത്തില്ല. എന്നാൽ ആത്മാവ് ദൈവത്തോട് ഇങ്ങനെ ബന്ധപ്പെട്ട് മണിക്കൂറുകൾ ദൈവബന്ധത്തിൽ ഇരിക്കാനുള്ള ആത്മാവിൻ്റെ ദൈവസമ്പർക്ക വാതിലുകൾ തുറന്നു തരണമേ. ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എൻ്റെ ആത്മാവിൻ്റെ ഡോഴ്സ് എല്ലാം ദൈവമേ നീ ഓപ്പൺ ചെയ്ത് തരണേന്ന് ഇന്ന് ആഗ്രഹിക്കണം. അതാണ് ഇന്ന് നമുക്കുണ്ടാവേണ്ട പുണ്യം. അപ്പൊ നമ്മൾ ഇന്ന് മാറിപ്പോകേണ്ട തിന്മ ആത്മീയ അന്ധതയാണ്. ആത്മാവിൻ്റെ ഫാക്കൽറ്റികൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ആത്മീയ അന്ധത, ആത്മീയ ബധിരത, ദൈവസ്വരം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, പ്രാർത്ഥനയ്ക്കൊരു തുറവില്ലാത്ത അവസ്ഥ, ഈ ആത്മീയ അന്ധത ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. 2 കൊരിന്തോസ് 4:4 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ആത്മീയ അന്ധത. അപ്പോ പുണ്യം, ആത്മാവിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ, ദൈവസമ്പർക്ക സാധ്യതകൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. പാപം, നമ്മുടെ ആത്മീയ അന്ധത മാറാനായിട്ട് നമ്മൾ ഇന്ന് ആഗ്രഹിക്കണം. ഇനി അതിനുവേണ്ടി നമ്മൾ ചൊല്ലേണ്ടത് ഒരു ജപമാല ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒരു ജപമാല തന്നെ ചൊല്ലണമെന്ന് പറയുന്നത്. ഒരു ജപമാല മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് ചൊല്ലി ഈ ആത്മീയ അന്ധത മാറാനും ആത്മാവിൻ്റെ ദൈവസമ്പർക്ക സാധ്യതകൾ തുറക്കപ്പെടാനും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രാർത്ഥന. ഇനി ടാസ്ക് എന്താണ്? ഈ കാര്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് 1 മണിക്കൂർ നമ്മളൊരു ജപമാല ചൊല്ലുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് വേറൊരു കാര്യം നിർദ്ദേശിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക. അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും ഈ ചിന്തകളുമായിട്ട് കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.